Assalamu alaikum. Welcome back to our channel Rina's Cooking World. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള അറേബ്യൻ മാംഗോ പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അതിനുവേണ്ടി ആദ്യം ഞാനിവിടെ ഒരു 2 മാങ്ങ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. എടുക്കുന്ന സമയത്ത് നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് ഇതുപോലെ നല്ല തിക്കായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ മാംഗോ പ്യൂരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കസ്റ്റാർഡ് മിക്സ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ആദ്യം ഞാനൊരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാനിൽ ഞാൻ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിലോട്ട് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തിളക്കാൻ വെച്ചിട്ടുള്ള പാലിലോട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാല് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് അതിലോട്ട് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കസ്റ്റാർഡ് മിക്സ് നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നല്ലോണം തിക്കാവേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു തിക്നെസ് ആയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നല്ലോണം ചൂടാറാണ്ട ആവശ്യമില്ല, ഒരു കട്ട ചൂടൊന്ന് വിട്ടാൽ മതി. ഇനി നമുക്ക് മാംഗോ ക്രീം തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലോട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഞാൻ വീട്ടിൽ തന്നെ അടിച്ചെടുത്തതാണ്. അപ്പോൾ എങ്ങനെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാംഗോയുടെ പ്യൂരിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാംഗോ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതിൽ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ മാംഗോ പ്യൂരി ചേർത്തിട്ടുണ്ടായിരുന്നു 1/2 കപ്പിൻ്റെ കൂടെ തന്നെ. ഇനി നമുക്ക് കസ്റ്റാർഡ് മിക്സിലോട്ട് മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ബാക്കി വന്നിട്ടുള്ള മാംഗോ പ്യൂരി കംപ്ലീറ്റ് ഞാൻ ഈ ഒരു കസ്റ്റാർഡ് മിക്സിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ അറേബ്യൻ മാംഗോ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പുഡിംഗ് ട്രേയിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് പീസസ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചെടുക്കാം. നല്ലോണം ഫില്ലായി നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചെടുക്കാനായിട്ട്. എന്നിട്ടൊന്ന് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ അടുത്ത ബ്രെഡിൻ്റെ ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ അടുത്തതായിട്ട് പിന്നെയും കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോയുടെ ക്രീം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് മാംഗോയുടെ പീസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.